ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫ്ലോറൽ ഡിസൈനിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ് ആണ് ഇത്. ബ്രേസ്ലെറ്റ് മാത്രമല്ല, നമുക്ക് ആംഗ്ലറ്റ് ആയിട്ടും നെക്ലേസ് ആയിട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ്. നമുക്ക് വേണ്ടത് 3 mm മെറ്റാലിക് ബീഡാണ്. ഇത് ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ജംറിങ്, അതിൻ്റെ ഹുക്ക്, ഇതുപോലെ മൾട്ടി കളേഴ്സിലുള്ള കുറച്ച് ബീഡ്സ് വേണം. ഇത് സീഡ് ബീഡാണ് ഇതിലെ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട്. നമുക്ക് ഒരുപാട് കളർ നമ്മളെടുത്തില്ല, ഒരു 3-4 കളറാണെങ്കിൽ അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം. അതല്ല, ബേസ് ഒരു കളർ ഇട്ടിട്ട് സെയിം കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ആണെങ്കിലും ചെയ്യാം. ത്രെഡ് എടുത്തേക്കുന്നത് 150 സെൻറ്റിമീറ്റർ ആണ്, നൈലോൺ ത്രെഡ്. നമ്മൾ ആദ്യം ഒരു 6 ബ്ലാക്ക് ബീഡ് ഇട്ടിട്ട് ഇതിനെ റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ വീണ്ടും റൗണ്ട് ചെയ്തിട്ട് ഒരു തവണ കൂടെ എടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം. അഴിഞ്ഞു പോവാത്ത രീതിയിലുള്ള നോട്ട് ഇട്ടിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളിനി ഇതിനകത്ത് ജംറിങ് അല്ലെങ്കിൽ ഹുക്ക് എന്തെങ്കിലും ഇട്ടിട്ട് ലാസ്റ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസാണ്. ഇത്തിരി ലെങ്ത്തിൽ ത്രെഡ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും 2 ബ്ലാക്ക് ബീഡ്, പിന്നെ ഏത് കളറാണോ ആദ്യം ചെയ്യുന്ന ഫ്ലവർ ആ കളറ് ബീഡ്, പിന്നെ ഗോൾഡൻ കളർ ബീഡ്. ഇതിൻ്റെ സെൻറ്റർ, ഫ്ലവറിൻ്റെ സെൻറ്റർ നമ്മൾ ഗോൾഡൻ കളർ ബീഡിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള 6 എണ്ണത്തിൽ ആ റൗണ്ടിൽ ആദ്യം ചെയ്തിട്ടുള്ള അതിൽ ഏതെങ്കിലും ഒരു ബീഡിനകത്ത്, ഏത് ബീഡിൽ നിന്നാണോ നമ്മൾ ത്രെഡ് പുറത്തെടുത്തിട്ടുള്ളത് അതിൻ്റെ നെക്സ്റ്റ് ബീഡിൽ ഇതുപോലെ നീഡിലിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് ബ്ലാക്ക്, ഒരു വൈറ്റ്, ഒരു ഗോൾഡ്, ഒരു വൈറ്റ്, ആ ഒരു ഇതിൽ വേണം, റേഷ്യോയിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഏറ്റവും ആദ്യത്തെ ഈ റൗണ്ടിലിട്ടിട്ടുള്ള ആ ഒരു ബീഡിനകത്തൂടെ ആദ്യത്തെ വൈറ്റ് ബീഡിന് കൂടെ ചേർത്തിട്ട് 3 ബ്ലാക്ക് 1 വൈറ്റ് അങ്ങനെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ആദ്യത്തെ വൈറ്റിനകത്തൂടെ മാത്രമേ ഇട്ടാൽ മതി. ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിലേക്ക് സ്റ്റിച്ചിങ്ങിലൊന്നും ഈ ത്രെഡ് കുരുങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ അഴിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, നൈലോൺ ത്രെഡൊക്കെ ആയതുകൊണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. എപ്പോഴും ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ജ്വല്ലേഴ്സ്, അത് ബ്രേസ്ലെറ്റ് ആയാലും നെക്ലേസ് ആയാലും ഒക്കെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പോവാൻ. ഇനി നമ്മൾ ഫ്ലവർ ഇപ്പോൾ കംപ്ലീറ്റഡ് അല്ല, ഇനി ഫ്ലവർ കംപ്ലീറ്റ് ആവാൻ ഒരു 3 വൈറ്റ് ബീഡും കൂടെ ഏത് കളർ ഫ്ലവർ ആണോ ആ സെയിം കളേഴ്സിലിട്ടിട്ട് ഇതുപോലെ അതിലെ ആദ്യത്തെ ഇതിനകത്ത് വീണ്ടും നമ്മൾ കുരുത്തെടുക്കുക. ഇപ്പോൾ ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ 3 ബ്ലാക്കിനകത്തൂടെ ഏറ്റവും ആദ്യം ഇട്ടിട്ടുള്ള ആ 3 ബ്ലാക്കിനകത്തൂടെ തന്നെ വീണ്ടും പുറത്തേക്ക് നീഡലെടുക്കുക. ത്രെഡ് കുരുങ്ങാണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ലൈനിൽ ഒരു ഫ്ലവർ, സ്റ്റെമ്മ്, പിന്നെ സൈഡുകളിൽ ഫ്ലവർ, അങ്ങനെയായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇനി നമ്മൾ അടുത്ത ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ജസ്റ്റ് ടേൺ ചെയ്യുക, തിരിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ വീണ്ടും നമ്മൾ 2 ബ്ലാക്ക്, നെക്സ്റ്റ് ഫ്ലവർ ഏത് കളറാണോ ആ ബീഡ് ഗോൾഡൻ കളർ കഴിഞ്ഞിട്ട് ഏത് ഫ്ലവർ ആണോ ആ ബീഡ് ഒരെണ്ണം കൂടെ, 2 ബ്ലാക്ക്, യെല്ലോ, ഗോൾഡ്, യെല്ലോ. എന്നിട്ട് നമ്മൾ മുൻപത്തെ സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ള അതിലെ ഒരു ബ്ലാക്കും ഇപ്പോൾ നമ്മൾ 2ാം പ്രാവശ്യം ഇട്ടിട്ടുള്ള അതിലെ 2 ബ്ലാക്കും ഒരു യെല്ലോയും, പിന്നെ 4 ബീഡ്സിനകത്തൂടെ ത്രെഡ് പുറത്തേക്ക് എടുക്കണം. ഓക്കെ, ഇതുപോലെ കിട്ടും. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ ഈ യെല്ലോ കളർ 3 ബീഡും കൂടെ ഇട്ടിട്ട് ഓരോ ഫ്ലവറിനും 5 ബീഡ് ഇതാണ് വരുന്നത്. ഓക്കെ,
ഇതുപോലെ ഒരു 3 ബീഡും കൂടെ ഇട്ടിട്ട് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യുക. ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ വീണ്ടും 3 ബ്ലാക്ക് ബീഡിനകത്തൂടെ ത്രെഡ് പുറത്തേക്ക് എടുക്കുക. ഈ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്, ഇതെങ്ങനെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നല്ല ഈസിയാണ്. നമ്മൾ ഓരോ തവണയും 3 ബീഡ്സിനകത്തൂടെയാണ് ഒന്നിച്ച് പുറത്തേക്ക് എടുക്കുന്നതെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ 2 ബ്ലാക്ക്, നെക്സ്റ്റ് ഏത് കളറാണോ, ഞാൻ വയലറ്റ് ആണ് എടുത്തിട്ടുള്ളത്, വയലറ്റ് 1 ബീഡ്, പിന്നെ 1 ഗോൾഡ്, വീണ്ടും 1 വയലറ്റ്, എന്നിട്ട് ഇതുപോലെ തന്നെ 3 ബ്ലാക്കിനകത്തൂടെയും ഏത് കളർ ഫ്ലവറാണോ ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റത്തെ ബീഡ് എപ്പോഴും ഇങ്ങനെ വേണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 ബ്ലാക്ക്, ഒരെണ്ണം ഏത് ഫ്ലവേഴ്സിൻ്റെ കളറിലാണോ നമ്മൾ ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ബീഡിനകത്തൂടെ പുറത്തെടുക്കുക. അത് വീണ്ടും നമ്മൾ 3 വയലറ്റ് തന്നെ എടുത്ത് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും 3 ബ്ലാക്ക് ബീഡിനകത്തൂടെ ത്രെഡ് വീണ്ടും പുറത്തേക്ക് എടുക്കുക. തിരിച്ച് പിടിച്ചിട്ട് വേണം നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓരോ തവണയും ഇപ്പുറത്തേക്ക് തിരിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര ലെങ്ത് ആണോ നമുക്ക് ബ്രേസ്ലെറ്റ് വേണ്ടത് അത്രയും ലെങ്ത്തിൽ ഈ സെയിം പാറ്റേൺ ആണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. ഓക്കെ, ഒരു 18-18 സെൻറ്റിമീറ്റർ മതിയാകും വലിയ ഒരാൾക്ക് ഉള്ള ബ്രേസ്ലെറ്റിൻ്റെ സൈസിന്. അല്ലെങ്കിൽ നമ്മുടെ സൈസ് ഏതാണെന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ആംഗ്ലെറ്റ് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നെക്ലേസ് ആണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലേക്ക് ചെയ്യാം. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ലെങ്ത്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയി. ലെങ്ത്ത് 18 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യാനും നമുക്ക് ജംറിങ് ഇടാനുള്ള സ്പേസിലേക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ തന്നെ 6 ബീഡ് ഇട്ടിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം ഒരു തവണ കൂടെ എല്ലാ ബീഡ്സിനകത്തൂടെ ത്രെഡ് കയറ്റി ഇറക്കിയതിന് ശേഷം പുറകിലോട്ട് നമ്മൾ കുറച്ച് ലെങ്ത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് അഴിയാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഗ്ലൂ വെച്ച് സെറ്റാക്കിയതിൻ്റെ ശേഷം ത്രെഡ് കട്ട് ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെയ്യുന്ന ബീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളും ജ്വൽസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ത്രെഡ് എല്ലാം കട്ട് ചെയ്തെടുത്ത് ഇനി ഒരു സൈഡിൽ ഒരു ജംറിങ് ഇട്ട് നമ്മൾ ഹുക്ക് ക്ലാസ്പ് സെറ്റ് ചെയ്യുക അതുപോലെ. എന്നിട്ട് അത് ലോക്ക് ചെയ്യുക. മറ്റേ വശത്ത് ജംറിങ് ഒരു 3-4 ജംറിങ് ഇട്ടിട്ട് ലോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യും. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയായി കളർഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വേറെ റൈറ്റായിട്ട് കാണുന്നത് വരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.